ഓക്കെ, അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. ഇന്നലെ നമ്മളിതിൻ്റെ ആൻസർ പറഞ്ഞിട്ടായിരുന്നു പോയിരുന്നത്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങളിൽ നിലനിന്നിരുന്നതായിരുന്നു. കറക്റ്റാണ്. BC 1000 മുതൽ രൂപം കൊണ്ടതായി പറയപ്പെടുന്നു. ആ ഒരു പോയിന്റ് തെറ്റാണ്. പ്രധാന പട്ടണമാണ് ഉർ, അത് ശരിയാണ്. ബാബിലോണിയൻ സാമ്രാജ്യം എവിടെയാണ് നിലനിന്നിരുന്നത്, അതും ശരിയാണ്. അപ്പോൾ നമ്മൾ കണ്ടിരുന്നു ഓപ്ഷൻ 2 മാത്രമാണ് തെറ്റ്, അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഇതിലെ ശരി എന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ മെസപ്പൊട്ടേമിയൻ സംസ്കാരം പറയുന്നത്. നോക്കി, നമുക്ക് പഠിക്കാനായിട്ട് 4 സംസ്കാരങ്ങളേ ഉള്ളൂ ഇല്ലേ. 1 മെസപ്പൊട്ടേമിയൻ സംസ്കാരം, 2 സിന്ധു നദീതട സംസ്കാരം, 3 ഹാരപ്പൻ സംസ്കാരം, 4 ഈജിപ്ഷ്യൻ സംസ്കാരം. പിന്നെ ചൈനീസ് സംസ്കാരം കുറച്ചേ ഉള്ളൂ, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുമില്ല. 2-3 പേരുകൾ മാത്രമേ അതിനകത്തുള്ളൂ. മെയിൻലി ഈ 4 സംസ്കാരങ്ങൾ മാത്രമേ നമുക്ക് എടുത്ത് പഠിക്കാനുള്ളൂ. അതിൽ മെസപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്നു വന്ന രാജ്യം ഇറാഖിലാണ്. സംസ്കാരത്തിൻ്റെ മൂഷ എന്നറിയപ്പെടുന്ന സംസ്കാരം മെസപ്പൊട്ടേമിയൻ സംസ്കാരമാണ്. ഈ പേര് പഠിക്കണം. സംസ്കാരത്തിൻ്റെ മൂഷ എന്ന് അറിയപ്പെടുന്ന സംസ്കാരം മെസപ്പൊട്ടേമിയൻ സംസ്കാരമാണ്. സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നതും മെസപ്പൊട്ടേമിയൻ സംസ്കാരം തന്നെയാണ്. ഓർത്തിരിക്കണം, സംസ്കാരത്തിൻ്റെ മൂഷ അതുപോലെ തന്നെ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നൊക്കെ അറിയപ്പെടുന്ന സംസ്കാരം നമ്മുടെ മെസപ്പൊട്ടേമിയൻ സംസ്കാരം തന്നെയാണ്. ഇനിയും ലോകത്തിൽ ആദ്യമായി ചക്രവും മൺപാത്രവും നിർമ്മിച്ചു തുടങ്ങിയ സംസ്കാരം മെസപ്പൊട്ടേമിയൻ സംസ്കാരമാണ്. പഠിക്കേണ്ടതാണ്. ലോകത്തിൽ ആദ്യമായിട്ട് ചക്രവും അല്ലെങ്കിൽ വീലിൻ്റെയും അതുപോലെ തന്നെ മൺപാത്രങ്ങളും നിർമ്മിച്ചു തുടങ്ങിയ സംസ്കാരം മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലാണ്. ഇനി അർമേനിയൻ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന നദികളാണ് യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. അപ്പോൾ ഓർത്തിരിക്കണം, നമ്മുടെ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതടങ്ങളിലാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരങ്ങൾ നിലനിന്നത്, അല്ലെങ്കിൽ ആ നദീതീരങ്ങളിലാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരങ്ങൾ നിലനിന്നിരുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, അർമേനിയൻ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന നദികളാണ് യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. അതിൻ്റെ നദീ തീരങ്ങളിലാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. ലിപി ഓർത്തിരിക്കണം, മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ എഴുത്ത് വിദ്യ അറിയപ്പെടുന്നത് ക്യൂണിഫോം ലിപിയിലാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ക്യൂണിഫോം ലിപി എടുത്ത് കാണിച്ചിട്ടുണ്ടെന്നല്ലേ. അതായത് കല്ലിലൊക്കെ കൊത്തിയ രീതിയിലുള്ള ലിപിയായിരുന്നു ക്യൂണിഫോം ലിപി. അപ്പം ഈ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ എഴുത്ത് വിദ്യ അറിയപ്പെട്ടിരുന്നത് ക്യൂണിഫോം ലിപിയിലാണ്. ഇനി ആപ്പിളിൻ്റെ ആകൃതിയിലുള്ള ലിപി ഏതാണ്? ക്യൂണിഫോം ലിപിയാണ്. ആപ്പിളിൻ്റെ ആകൃതിയിലുള്ള ലിപി ക്യൂണിഫോം ലിപിയാണ്. ഇനിയും മെസപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം 2 നദികൾക്കിടയിലെ പ്രദേശം, അതായത് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ പറഞ്ഞ നദികൾക്കിടയിലെ പ്രദേശം എന്ന് പറഞ്ഞ വാക്കിലാണ് നമ്മൾ മെസപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ കണക്കാക്കി വരുന്നത്. ഇനി ചന്ദ്രൻ്റെ ചലനത്തെ അടിസ്ഥാനമാക്കി കലണ്ടർ തയ്യാറാക്കിയത് ഏത് സംസ്കാരത്തിലെ ജനതയാണ്? നമുക്കറിയാം, അന്നത്തെ ജനതകൾ ദിവസങ്ങളും അതുപോലെ തന്നെ വർഷങ്ങളും മാസങ്ങളും ഒക്കെ അറിഞ്ഞിരുന്നത് ചന്ദ്രൻ്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോഴും ഏകദേശം ഒരു 27 ദിവസമുണ്ട് നമുക്ക് ചന്ദ്രൻ പൂർണ്ണചന്ദ്രനായിട്ട് പിന്നെ മാറി തിരിച്ച് പൂർണ്ണചന്ദ്രനായി വരാനായിട്ടല്ലേ. അതിനോടടുത്ത് ഒരു ദിവസവും നമുക്ക് കിട്ടിയതിന് കാര്യം അത് തന്നെയാണ് കേട്ടോ. ചന്ദ്രൻ്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി കലണ്ടർ തയ്യാറാക്കിയത് നമ്മുടെ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലാണ്. പിന്നെ പ്രാചീന മെസപ്പൊട്ടേമിയൻ ജനതയുടെ നിർമ്മാണ ദൈവത്തിന് തെളിവാണ്. അപ്പോൾ ഓർത്തിരിക്കണം, പ്രാചീന മെസപ്പൊട്ടേമിയൻ ജനതയുടെ നിർമ്മാണ ദൈവത്തിന് തെളിവാണ് അവിടെയുള്ള സിഗറാത്തുകൾ കേട്ടോ. സിഗറാത്തുകളാണ് അവിടെയുള്ള ദൈവ ജനതയുടെ നിർമ്മാണ വൈഭവം കേട്ടോ. അതായത് നമ്മുടെ പ്രാചീന ജനതകൾ ഓരോ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കലം, അതുപോലെ തന്നെ മൺചട്ടികൾ അല്ലേ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കും. അപ്പം അങ്ങനെയുള്ള അവരുടെ നിർമ്മാണ ഓരോരോ കരകൗശല വസ്തുക്കളൊക്കെ അവരുണ്ടാക്കുന്ന നിർമ്മാണ വൈഭവത്തിന് തെളിവുകളാണ് സുഗറാത്തുകൾ എന്ന പറഞ്ഞ പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത്. ഇനിയും ഇവിടെ വീണ്ടും പറയുന്നുണ്ടോ, മെസപ്പൊട്ടേമിയൻ സംസ്കാരം ഉടലെടുത്ത നദികൾ ആണ് യൂഫ്രട്ടീസ് അതുപോലെ തന്നെ ടൈഗ്രീസ് നദികളിലാണ് നമ്മുടെ മെസപ്പൊട്ടേമിയൻ സംസ്കാരം ഉടലെടുത്ത് വന്നത്. പിന്നെ അതുപോലെ തന്നെ മെസപ്പൊട്ടേമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്ത സംസ്കാരങ്ങളാണ് സുമേറിയർ, ബാബിലോണിയർ, പിന്നെ കാൽഡിയർ, അസീറിയർ കേട്ടോ. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കണം. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ ഉദയം ചെയ്യുകയും അവിടെ തന്നെ അസ്തമിക്കുകയും ചെയ്ത മറ്റ് സംസ്കാരങ്ങളാണ്
സുമേറിയർ, ബാബിലോണിയർ, കാൽഡിയർ, അസീരിയർ കേട്ടോ. അത്രയും സംസ്കാരങ്ങളൂടി അവിടെ ഉടലെടുത്ത് അവിടെ തന്നെ അസ്തമിക്കുകയാണ് ചെയ്തത്. സോ ഇവിടെ ഓർത്തിരിക്കേണ്ട 3-4 കാര്യങ്ങളുണ്ട്. വളർന്നു വന്ന രാജ്യം ഇറാഖിലാണ്. ഇനി സംസ്കാരത്തിൻ്റെ മൂശ എന്നും സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നും അറിയപ്പെടുന്നത് മെസപ്പൊട്ടേമിയ സംസ്കാരം തന്നെയാണ്. ഉടലെടുത്ത നദികൾ ഏതൊക്കെയാണ്? നമ്മുടെ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളാണ്. അതുപോലെ തന്നെ അവിടുത്തെ എഴുത്ത് വിദ്യ അറിയപ്പെടുന്നത് ക്യൂണിഫോം ലിപിയിലാണ്. പിന്നെ അതിൻ്റെ അർത്ഥം അല്ലേ, മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? 2 നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി എന്താണ് ദിവസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കലണ്ടർ തയ്യാറാക്കിയ സംസ്കാരം മെസപ്പൊട്ടോമിയ സംസ്കാരമാണ്. അതുപോലെ തന്നെ പ്രാചീന ജനതയുടെ നിർമ്മാണ വൈഭവത്തിൻ്റെ തെളിവുകളാണ് സിഗുറാത്തുകൾ. അവിടെ ഇപ്പോഴും നമുക്ക് ചെന്നാൽ സിഗുറാത്തുകൾ നമുക്ക് അതിൻ്റെയൊക്കെ ചില അവശിഷ്ടങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മെസപ്പൊട്ടോമിയ സംസ്കാരത്തെ പറ്റി മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗണിതത്തിലെ ഹരണം, ഗുണനം, വർഗ്ഗമൂലം എന്നിവ പ്രാവീണ്യം നേടിയ ജനത മെസപ്പൊട്ടോമിയ സംസ്കാരത്തിലുള്ള ജനതകളാണ്. നമ്മുടെ ഗണിതത്തിലുള്ള ഹരണം അല്ലെങ്കിൽ ഡിവിഷൻ, ഗുണനം മൾട്ടിപ്ലിക്കേഷൻ, വർഗ്ഗമൂലം റൂട്ടും അതുപോലെ സ്ക്വയറും ഒക്കെ പ്രാവീണ്യം നേടിയ ജനതയുള്ളത് മെസപ്പൊട്ടോമിയ സംസ്കാരത്തിൽ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ മേഖലയിൽ പ്രാവീണ്യം നേടിയ ജനത മെസപ്പൊട്ടോമിയ സംസ്കാരത്തിലുള്ള ജനതകളാണ്. ഓർത്തിരിക്കണം, ജ്യോതിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രം നമ്മൾ മുമ്പ് കണ്ടില്ലേ, ചന്ദ്രൻ്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി അവർ കലണ്ടറൊക്കെ നിർമ്മിച്ചു. അപ്പോൾ അവിടെയുള്ളവർ ജ്യോതിശാസ്ത്രത്തിൽ, പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ടു ഗുണനം, ഹരണം, വർഗ്ഗമൂലം എന്നിവയിലൊക്കെ അവിടുത്തെ ജനതകൾ പ്രാവീണ്യം നേടിയിരുന്നു. അപ്പം ജ്യോതിശാസ്ത്രത്തിലും അതുപോലെ തന്നെ ഗണിതശാസ്ത്രത്തിലും പ്രാവീണ്യം നേടിയിരുന്നു നമ്മുടെ മെസപ്പൊട്ടോമിയ സംസ്കാരത്തിലെ ജനതകൾ. പിന്നെ ഒരു വർഷത്തെ 12 മാസങ്ങളായും ഒരു മാസത്തെ 4 ആഴ്ചകളായും ഒരു ദിവസത്തെ 24 മണിക്കൂറുകളായും കണക്കാക്കുന്ന സംസ്കാരം മെസപ്പൊട്ടോമിയ സംസ്കാരം തന്നെയാണ് കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, ചന്ദ്രൻ്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി അവർ വർഷത്തിൻ്റെ കലണ്ടർ ഉണ്ടാക്കിയപ്പോൾ അവിടെ അവർക്ക് മനസ്സിലായി ഒരു വർഷത്തെ 12 മാസങ്ങളായും ഒരു മാസത്തെ 4 ആഴ്ചകളായിട്ടും ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറുകളായിട്ടും കണക്കാക്കി അവർ പോരുന്നു. അത് തന്നെയാണ് നമ്മളിപ്പോഴും ഫോളോ അപ്പ് ചെയ്തത്. അപ്പം മെസപ്പൊട്ടോമിയ സംസ്കാരമാണ് ഇപ്പോഴും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നു വേണമെങ്കിൽ പറയാം. ഇനി അടുത്തത് പ്രാചീന മെസപ്പൊട്ടോമിയയിലെ നഗരങ്ങൾ, പ്രധാനമായിട്ടുള്ള നഗരങ്ങൾ ഉറുണ്ട്, ഉറൂക്കുണ്ട്, പിന്നെ അതുപോലെ ലഗാഷ് ഉണ്ട് കേട്ടോ. ഇത്രയുമാണ് പ്രധാനമായിട്ട് മെസപ്പൊട്ടോമിയ സംസ്കാരത്തെ പറ്റി അറിഞ്ഞിരിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. മെസപ്പൊട്ടോമിയ സംസ്കാരം എവിടെ ഉടലെടുത്തു, ഏതൊക്കെ നടീതടങ്ങളിലാണ് അതിൻ്റെ ഉത്ഭവം, അവിടെയുള്ള പ്രധാന ലിപികൾ ഏതാണ്? സിഗുറാത്ത് നമ്മുടെ ക്യൂണിഫോം ലിപിയാണ്. പിന്നെ ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്? മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം 2 നദികൾക്കിടയിലുള്ള പ്രദേശം. പിന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെ മൂശയെന്നും കളിത്തൊട്ടിലെന്നും അറിയപ്പെടുന്നത് മെസപ്പൊട്ടോമിയ സംസ്കാരമാണ്. അവിടെയുള്ള ജനങ്ങൾക്ക് ഇതിലൊക്കെയാണ് പ്രാവീണ്യം? ഗണിതശാസ്ത്രത്തിലെ പോലെ തന്നെ ജ്യോതിശാസ്ത്രത്തിലും പിന്നെ ഗണിതത്തിലെ ഹരണം, ഗുണനം, വർഗ്ഗമൂലം എന്നിവയിലൊക്കെ അവർ പ്രാവീണ്യം നേടിയിരുന്നു. പിന്നെ ഒരു വർഷത്തെ 12 മാസമായിട്ടും ഒരു മാസത്തെ 4 ആഴ്ചകളായിട്ടും ഒരു ദിവസത്തെ 24 മണിക്കൂറായിട്ടും കണക്കാക്കിയിരുന്ന ജനത അല്ലെങ്കിൽ കണക്കാക്കുന്ന സംസ്കാരം നമ്മുടെ മെസപ്പൊട്ടോമിയ സംസ്കാരം തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. മെസപ്പൊട്ടോമിയ സംസ്കാരം ഇപ്പോഴേ അങ്ങ് പഠിച്ചിട്ട് പോകണം കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെയുള്ള ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവുകൾ ഏതൊക്കെയാണ്? നമ്മുടെ സിഗുറാത്തുകളാണ് അവിടെയുള്ള നിർമ്മാണ വൈഭവത്തിന് തെളിവുകളായിട്ട് ഇന്നും അവശേഷിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അവിടെ ഉത്ഭവിക്കുകയും അവിടെ തന്നെ അസ്തമിക്കുകയും ചെയ്ത മറ്റ് സംസ്കാരങ്ങളാണ് സുമേറിയർ, ബാബിലോണിയർ, കാൽഡിയർ, അസീരിയർ. ഇത്തരം സംസ്കാരങ്ങൾ നമ്മുടെ മെസപ്പൊട്ടോമിയയിൽ തന്നെ ഉത്ഭവിക്കുകയും അവിടെ തന്നെ അസ്തമിക്കുകയും ചെയ്തു പോയ ബാക്കി വരുന്ന സംസ്കാരങ്ങളാണെന്നും ഓർത്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഇപ്പോഴേ അങ്ങ് പഠിച്ചോ കേട്ടോ. മെസപ്പൊട്ടോമിയ സംസ്കാരം കുറച്ചേ ഉള്ളൂ പഠിക്കാൻ. സോ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മോഹൻജദാരോ, ഹാരപ്പ എന്നീ സിന്ധു നദീ പ്രദേശങ്ങൾ ഏതു രാജ്യത്താണ് സ്ഥിതി ചെയ്തത്? നോക്കണം, മോഹൻജദാരോ ഉണ്ട്, അതുപോലെ തന്നെ ഹാരപ്പയുണ്ട്. ഈ സിന്ധു നദി തട പ്രദേശങ്ങൾ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്തത്? ഇന്ത്യയിലാണോ, അഫ്ഗാനിസ്ഥാനിലാണോ, ഭൂട്ടാനിലാണോ, നമ്മുടെ പാകിസ്ഥാനിലാണോ? നമുക്കറിയാം, നമ്മുടെ ശത്രു രാജ്യം എന്ന് നമ്മൾ എപ്പോഴും പറയില്ലേ, പാകിസ്ഥാനിലാണ് എപ്പോഴും നമ്മൾ നമ്മുടെ മോഹൻജദാരോ, ഹാരപ്പ എന്നീ സിന്ധു നദീതട പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. മറന്നുപോലെ പാകിസ്ഥാനിലാണ് ഹാരപ്പയും അതുപോലെ തന്നെ മോഹൻജദാരോയും സ്ഥിതി ചെയ്യുന്നത് ഓർത്തിരിക്കണം.
ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ്. ഇങ്ങനെയാണെങ്കിൽ എന്താണ്, സിന്ധു നദീ സംസ്കാരത്തിൻ്റെ ആദ്യ ഉദ്ഖനനം നടന്നത് ഹാരപ്പയിലാണ്. സിന്ധു നദീ സംസ്കാരത്തിൻ്റെ ആദ്യ ഉദ്ഖനനം നടന്നത് ഹാരപ്പയിലാണ്. ഹാരപ്പയിലെ ഉദ്ഖനനത്തിന് നേതൃത്വം നൽകിയത് ദയാറാം സാഹിയാണ് കേട്ടോ. നമ്മുടെ ഹാരപ്പയിലെ ഉദ്ഖനനത്തിന് നേതൃത്വം നൽകിയത് ദയാറാം സാഹിയാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യ തെളിവുകൾ ലഭിച്ച സ്ഥലം ഹാരപ്പയാണ്. അതായത് അങ്ങനെയൊരു നദീതടങ്ങ് സംസ്കാരം അവിടെ നിലനിന്നിരുന്നുവെന്ന് ആദ്യമായിട്ട് നമുക്ക് പ്രൂഫ് അല്ലെങ്കിൽ തെളിവുകൾ ലഭിച്ചത് ഹാരപ്പയിൽ വെച്ചാണ്. ഹാരപ്പൻ സംസ്കാരം എന്നും അറിയപ്പെടുന്നത് സിന്ധു നദീതട സംസ്കാരമാണ് കേട്ടോ. ഹാരപ്പൻ സംസ്കാരം എന്നറിയപ്പെടുന്നതും നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തെ തന്നെയാണ്. ഇനി സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന രാജ്യം പാകിസ്ഥാനിലാണ് കേട്ടോ. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. ഇനി ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടമായി പൊതുവെ അറിയപ്പെടുന്നത് BCE 2700 മുതൽ BCE 1700 വരെ. നോക്കണം, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടമായിട്ട് പൊതുവെ അറിയപ്പെടുന്നത്. ഇതെല്ലാം ഒരു എസ്റ്റിമേറ്റഡ് അല്ലെങ്കിൽ ഒരു ഏകദേശ വാല്യൂ മാത്രമാണ് പറയുന്നത് കേട്ടോ. കൃത്യമായിട്ടൊരു വർഷം നമുക്കവിടെ പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പം എന്താണ് നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടമായി പൊതുവേ നമ്മൾ അറിയപ്പെടുന്നത് BCE 2700 മുതൽ BCE 1700 വരെയാണ്. അവിടെ നടത്തിയ സ്റ്റഡീസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ കണ്ടുപിടിച്ചാണ് ഇത്രയും വർഷം പഴക്കം ഇതിന് കാണുമെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് അവിടെ നമുക്കുള്ളത്. ഇനിയും സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ സുൽത്താൻ ദോർ സ്ഥിതി ചെയ്യുന്ന രാജ്യം പാകിസ്ഥാനാണ്. അപ്പോൾ ഓർത്തിരിക്കണം, മോഹൻജദാരോയും അതുപോലെ തന്നെ സുൽത്താൻ ജോറും സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്, നമ്മുടെ പാകിസ്ഥാനിൽ തന്നെയാണെന്ന് ഓർത്തിരിക്കണം. മോഹൻജദാരോയാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനിയും സിന്ധു നദീതട സംസ്കാരത്തിൽ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നവയാണ് അലംഗീർപൂർ, രംഗ്പൂർ, കാലിബംഗൻ, ലോത്തർ, ധോളവീര, ബൻവാലി. ഇനി ഹാരപ്പൻ നഗരങ്ങളിലെ പ്രധാന പ്രത്യേകത എന്താണ്, ചുട്ട ഇഷ്ടികകളുടെ പ്രയോഗം. ഓർത്തിരിക്കണം, ഹാരപ്പൻ നഗരങ്ങളിലെ പ്രധാന പ്രത്യേകതയാണ് എവിടെ ചെന്നാൽ നമുക്ക് ചുട്ട ഇഷ്ടികകളുടെ ഉപയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനിയും സിന്ധു നദീതട സംസ്കാര നഗരങ്ങളിൽ 2 ഭാഗങ്ങളുണ്ടായിരുന്നു, ഹാരപ്പ, മോഹൻജദാരോ, ലോത്തർ കേട്ടോ. ലോത്തൽ, മോഹൻജദാരോ, ഹാരപ്പ എന്നീ 2 ഭാഗങ്ങളായിരുന്നു നമുക്ക് സിന്ധു നദീ സംസ്കാര കേന്ദ്രങ്ങളിൽ നഗരങ്ങളായിട്ട് ഉണ്ടായിരുന്നവ. ഇനി സിന്ധു നദീതട കേന്ദ്രങ്ങളുടെ പ്രധാന പ്രത്യേകത അഴുക്കുചാൽ സംവിധാനം ഉണ്ട്. അഴുക്കുചാൽ സംവിധാനം അവിടുത്തെ ജനങ്ങൾ അന്ന് മുതലേ അഴുക്കുചാലൊക്കെ വെട്ടി വേണ്ട ക്രമീകരണങ്ങളൊക്കെ അന്നത്തെ ജനതകളെ നടത്തിക്കൊണ്ട് പോരുന്നു. അപ്പോൾ ഓർത്തിരിക്കണം, സിന്ധു നദീതട കേന്ദ്രങ്ങളുടെ പ്രധാന പ്രത്യേകത അഴുക്കുചാൽ സംവിധാനമാണ്. ഇനി അഫ്ഗാനിസ്ഥാനിലെ പ്രധാന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ഷൊട്ടുഗായ് കേട്ടോ. അഫ്ഗാനിസ്ഥാനിലെ പ്രധാന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് നമ്മുടെ ഷൊട്ടുഗായ് എന്നറിയപ്പെടുന്നത്. അടുത്തത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. സിന്ധു നദീതട സംസ്കാരത്തിൽ വലിയ കുളം കണ്ടെത്തിയത് മോഹൻജദാരോ. പഠിക്കേണ്ടതാണ്, ചോദിച്ചിട്ടുണ്ട്. സിന്ധു നദീ സംസ്കാരത്തിൽ വലിയ കുളം കണ്ടെത്തിയത് എവിടെയാണ്? ഓർത്തിരിക്കണം, മോഹൻജദാരോയിലാണ്. അത് സ്ഥിതി ചെയ്തത് പാകിസ്ഥാനിലാണെന്നും ഓർത്തിരിക്കണം. ഇനിയും ഏത് സിന്ധു നദീ സംസ്കാര കേന്ദ്രത്തിൽ നിന്നാണ് ധാന്യപ്പുരയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്? അതായത് പണ്ടത്തെ ആൾക്കാർ ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഹാരപ്പയിൽ വെച്ചാണ്. ഹാരപ്പ നിലനിന്നിരുന്ന നദീതീരം രവി കേട്ടോ. രവി നദീതീരത്താണ് ഹാരപ്പൻ സംസ്കാരങ്ങൾ നിലനിന്നിരുന്നത്. നമ്മുടെ മെസപ്പൊട്ടോമിയ സംസ്കാരമാണെങ്കിൽ 2 നദീതടങ്ങളുണ്ട്. ഒന്ന് യൂഫ്രട്ടീസ്, രണ്ടാമത്തേത് ടൈഗ്രീസ് കേട്ടോ. അവിടെയാണ് നദീതീരത്താണ് നിലനിന്നിരുന്നത്. പക്ഷേ ഹാരപ്പൻ സംസ്കാരം നിലനിന്നത് എവിടെയാണ്? നമ്മുടെ രവി നദീതീരത്താണ്. ഇനി സിന്ധു നദീതട സംസ്കാരത്തിൽ ധാന്യപ്പുരയുടെ അവശിഷ്ടം കണ്ടെത്തിയത് ഹാരപ്പയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ചെമ്പ് നിർമ്മിതികൾക്ക് പ്രസിദ്ധമായ സിന്ധു നദീതട പ്രദേശം നമ്മുടെ ഹാരപ്പ തന്നെയാണ്. ഓർത്തിരിക്കണം, ചെമ്പ് നിർമ്മിതികൾക്ക് പ്രസിദ്ധമായ സിന്ധു നദീതട പ്രദേശം ഹാരപ്പയാണ്. നമ്മുടെ മോഹൻജദാറിലാണെങ്കിൽ കളിമണ്ണ് കൊണ്ട് അല്ലെങ്കിൽ മണ്ണ് കൊണ്ടുള്ള വസ്തുക്കളായിരുന്നു അവർ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോൾ ചെമ്പിലേക്കൊക്കെ വരുവാനായിട്ട് തുടങ്ങി. ഉണ്ടോ, വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. അവിടെയാണെങ്കിൽ ചക്രവും മൺപാത്രങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ മോഹൻജദാരോയിൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ നമ്മൾ നിർമ്മിച്ചു വരുന്നത്. നമ്മുടെ ഇവിടേക്ക് വരും, ഹാരപ്പൻ സംസ്കാരത്തിലേക്ക് വരുമ്പോൾ ചെമ്പ് നിർമ്മിതികൾ, ചെമ്പ് കൊണ്ടുള്ള പാത്രങ്ങൾ, അവർക്ക് ഉപയോഗിക്കേണ്ട ഓരോ വസ്തുക്കൾ അവർ ഉണ്ടാക്കി തുടങ്ങി. അത് നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തിലെ ഹാരപ്പയിലാണ് നടന്നു വന്നിരുന്നത്.
പിന്നെ നെൽകൃഷി ചെയ്യുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ച സിന്ധു നദീ സംസ്കാരത്തിൻ്റെ കേന്ദ്രമായ റാങ്പൂർ, ലോത്തർ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. അപ്പോൾ നമ്മൾ കണ്ടിരുന്നു, നമ്മളെ തൊട്ട് മേളിൽ കണ്ടിരുന്നില്ല, അതായത് സിന്ധു നദീ സംസ്കാരങ്ങളിൽ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നവയാണ് ഈ പറയുന്ന റാങ്പൂരും അതുപോലെ തന്നെ ലോത്തലും അല്ലേ. അതിൽ നെൽകൃഷി ചെയ്തതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിച്ച സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രമാണ് റാങ്പൂറും അതുപോലെ തന്നെ ലോത്തലും, ഓർത്തിരിക്കണം. ഇനി നിലം ഉഴുത് മറിച്ച് കൃഷി നടത്തിയതിൻ്റെ തെളിവുകൾ ലഭിച്ച സിന്ധു നദി സംസ്കാര കേന്ദ്രമായ കാലിബംഗൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനിലാണ്. അപ്പോൾ നമുക്കറിയാം സിന്ധു നദി സംസ്കാരത്തിൽ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നവയാണ് അഗിൻലപൂർ, രംഗ്പൂർ, കാലിബംഗൽ, അതുപോലെ തന്നെ ലോത്തർ, ധോളവീര, ബൻവാലി. അതിൽ നമ്മുടെ കാലിബംഗലിലാണ് നിലം ഉഴുതു മറിച്ച് കൃഷി, അതായത് നമ്മുടെ കാളകളെയും അതുപോലെ തന്നെ കലപ്പയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിലം ഉഴുതു മറിച്ച് കൃഷി ചെയ്തതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചത് നമ്മുടെ ഇന്ത്യയിലുള്ള രാജസ്ഥാനിലെ കാലിബംഗൽ എന്ന സ്ഥലത്താണ്. ഇനി ജലസേചനത്തിന് വേണ്ടി കനാലുകൾ നിർമ്മിച്ച സിന്ധു നദിയുടെ കേന്ദ്രം നമ്മുടെ കാലിബംഗലാണ്. അതായത് നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലസേചനത്തിന് വേണ്ടി അല്ലെങ്കിൽ ജലം വരുന്നതിന് വേണ്ടി കനാലുകൾ നിർമ്മിക്കണമായിരുന്നു. ആ കനാലുകൾ നിർമ്മിച്ച സിന്ധു നദിയുടെ കേന്ദ്രം കാലിബംഗലാണ്, ഓർത്തിരിക്കണം. അതുപോലെ തന്നെ അഴുക്കുചാൽ സംവിധാനവും അവർ ഉണ്ടാക്കിയിരുന്നു കേട്ടോ സിന്ധു നദി സംസ്കാരത്തിൽ. ഇനിയും കാലിബംഗൽ എന്ന വാക്കിൻ്റെ അർത്ഥം കറുത്ത വളകൾ എന്നാണ് കേട്ടോ. കാലിബംഗൽ എന്ന വാക്കിൻ്റെ അർത്ഥം കറുത്ത വളകൾ എന്നാണ്. ഇനി എല്ലാ വീടുകളോടും ചേർന്ന് കിണറുകൾ ഉണ്ടായിരുന്ന പ്രദേശം കാലിബംഗൽ ഉണ്ടോ. എല്ലാ വീടുകളിലും ഓരോ കിണർ വീതം, അതായത് ജലസേചനത്തിനുള്ള ആവശ്യത്തിനുള്ള അവർക്ക് ആവശ്യമുള്ള ജലസേചനത്തിനുള്ള വെള്ളം ലഭിക്കുന്നതിനായിട്ട് എല്ലാ വീടുകളോടും ചേർന്ന് കിണറുകൾ ഉണ്ടായിരുന്ന പ്രദേശം കാലിബംഗലാണ്. ഇനി കാലിബംഗൽ സ്ഥിതി ചെയ്യുന്ന നദീതടം ഖർസർ കേട്ടോ. ഖർസർ എന്ന് പറഞ്ഞ നദീതട തീരത്താണ് കാലിബംഗൽ സ്ഥിതി ചെയ്യുന്നത്. കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപങ്ങൾ ലഭിച്ചത് കാലിബംഗൽ നമ്മൾ ഉണ്ടായിരുന്നില്ലേ, കൃഷി ഉഴുതു മറിച്ച് ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ തെളിവുകളൊക്കെ നടത്തിയത് നമ്മുടെ രാജസ്ഥാനിലാണ്. അപ്പം അവിടെ തന്നെയാണ് നമ്മുടെ കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപങ്ങളൊക്കെ ലഭിച്ചത്, ഓർത്തിരിക്കണം. ഇനിയും മുദ്രകളിൽ നിർമ്മിതി ഏത് ജനതയുടെ മികച്ച കലാവൈഭവത്തിന് തെളിവാണ്? ഹാരപ്പ കേട്ടോ, ഓർത്തിരിക്കണം. മുദ്രകളുടെ നിർമ്മിതി നമ്മുടെ ഹാരപ്പൻ ജനതയുടെ കലാവൈഭവത്തിന് തെളിവുകളാണ്. നേരെ മറിച്ച് മെസപ്പൊട്ടേമിയയിലാണെങ്കിൽ അവിടുത്തെ ജനതയുടെ വൈഭവത്തിന് തെളിവുകളായിരുന്നു സിഗുറാത്തുകൾ, ഓർത്തിരിക്കണം. സിഗുറാത്തുകളാണ് മെസപ്പൊട്ടേമിയയിലുള്ളത്. ഹരപ്പയിലാണെങ്കിൽ മുദ്രകളുടെ നിർമ്മിതിയാണ് നമ്മുടെ ജനതയുടെ മികച്ച കലാവൈഭവത്തിന് തെളിവായിട്ട് നിലവിലുള്ളത്. ഇനി വെങ്കലത്തിൻ്റെ ഉപയോഗം പഠിക്കേണ്ടതാണ്. വെങ്കലത്തിൻ്റെ ഉപയോഗം മൂലം വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെടുന്ന സിന്ധു നദി സംസ്കാര കേന്ദ്രം ഹാരപ്പയാണ്. നമ്മളിവിടെ കണ്ടിരുന്നു. ഇവർ ചെമ്പ് നിർമ്മിതികൾക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വേണ്ട പാത്രങ്ങൾ, യൂട്ടിലിറ്റീസ് ഒക്കെ അവരുണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അവിടെ വെങ്കലത്തിൻ്റെ ഉപയോഗം മൂലം വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെടുന്ന സിന്ധു നദി സംസ്കാരം ഏതാണ്? നമ്മുടെ ഹാരപ്പൻ സംസ്കാരം തന്നെയാണ്. ഇനി സിന്ധു നദി സംസ്കാര കേന്ദ്രങ്ങളിൽ കടൽ വഴിയുള്ള വാണിജ്യ കേന്ദ്രമായിരുന്നു ലോത്തൽ, ഓർത്തിരിക്കണം. സിന്ധു നദി സംസ്കാര കേന്ദ്രങ്ങളിൽ കടൽ വഴിയുള്ള വാണിജ്യ കേന്ദ്രമായിരുന്നു ലോത്തൽ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇനി കപ്പൽശാല കണ്ടെത്തിയ സിന്ധു നദി സംസ്കാര കേന്ദ്രം ലോത്തലിലാണ്. കാരണം നമ്മുടെ വാണിജ്യം നടന്നിരുന്നത് കപ്പൽ മുഖേനയാണ്. ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ നടന്നത് കപ്പൽ മുഖേനയാണ്. അതുകൊണ്ട് തന്നെ കപ്പൽശാലകൾ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നു. അതിൻ്റെ സിന്ധു നദി സംസ്കാര കേന്ദ്രമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ലോത്തൽ തന്നെയാണ്. ഇനി സിന്ധു നദിയുടെ നിവാസികൾ വെങ്കല നിർമ്മാണത്തിനാവശ്യമായ ചെമ്പ് ശേഖരിച്ച ഖേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനിലാണ്. മുത്ത് നിർമ്മാണ കേന്ദ്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ച സിന്ധു നദി സംസ്കാര കേന്ദ്രം ലോത്തലാണ്. മോഹൻജദാരോ എന്ന വാക്കിൻ്റെ അർത്ഥം മരിച്ചവരുടെ കുന്ന് കേട്ടോ. മോഹൻജദാരോ എന്ന വാക്കിൻ്റെ അർത്ഥം മരിച്ചവരുടെ കുന്ന് എന്നാണ്. ഇനിയും നർത്തകിയുടെ പ്രതിമ ലഭിച്ച സിന്ധു നദി സംസ്കാര കേന്ദ്രം മോഹൻജദാരോ കേട്ടോ. നർത്തകിയുടെ പ്രതിമ ലഭിച്ച സിന്ധു നദീതട സംസ്കാര കേന്ദ്രം മോഹൻജദാരോയാണ്. അതുപോലെ തന്നെ വലിയ കുളം കണ്ടെത്തിയതും മോഹൻജദാരോ തന്നെയാണ്. ഇതൊക്കെ ഓർത്ത് കേട്ടോ. നമ്മുടെ നർത്തകിയുടെ പ്രതിമ, വലിയ കുളം, അതുപോലെ തന്നെ ഇതോടെ മരിച്ചവരുടെ കുന്ന്, ഇതൊക്കെ വരുന്നത് നമ്മുടെ മോഹൻജദാരോയുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഓർത്തിരിക്കണം. സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. ഇനിയും ഫലപുഷ്ടിയുമായി ബന്ധപ്പെട്ട ദൈവാരാധനയുടെ തെളിവ് ലഭിച്ച സംസ്കാരം നമ്മുടെ ഹാരപ്പൻ സംസ്കാരമാണ്.
പഞ്ചാബിൽ നിന്ന് കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാരം രൂപാറാണ് കേട്ടോ. പഞ്ചാബിൽ നിന്ന് കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ സംസ്കാരമാണ് രൂപാർ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. മനുഷ്യനോടൊപ്പം നായയും അടക്കം ചെയ്തതിൻ്റെ തെളിവ് ലഭിച്ച കേന്ദ്രം രൂപാർ തന്നെയാണ്. മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ആരാധിച്ചിരുന്ന നദീതട സംസ്കാരം ഹാരപ്പൻ സംസ്കാരമാണ്. അവിടെയൊക്കെ ഇപ്പോൾ നമ്മുടെ ദൈവാരാധന എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മൃഗങ്ങളെയും വൃക്ഷങ്ങളെയൊക്കെ ആരാധിച്ച് അന്നത്തെ ജനങ്ങൾ പോയിരുന്നു. ഇനി ഗുജറാത്തിലെ റാൺ ഓഫ് കച്ചിൽ നിന്ന് കണ്ടെത്തിയ സിന്ധു നദീ സംസ്കാര കേന്ദ്രം ധോളവീര കേട്ടോ. നോക്കേണ്ടതാണ്, ഗുജറാത്തിലെ റാൺ ഓഫ് കച്ചിൽ നിന്നും കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാരം ധോളവീരയാണ്. ആദ്യമായി ഒരു ഹാരപ്പൻ മുദ്ര കണ്ടെത്തിയ വ്യക്തി അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ് കേട്ടോ. ഒരു ഹാരപ്പൻ മുദ്ര ആദ്യമായി കണ്ടെത്തിയ വ്യക്തി അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. ഇനി ഹാരപ്പൻ സംസ്കാരം ക്ഷയിച്ചു തുടങ്ങിയ വർഷം BC 1700-ലാണ് ഹാരപ്പൻ സംസ്കാരങ്ങൾ ക്ഷയിച്ചു തുടങ്ങിയത്. ഇനി ഹാരപ്പൻ സംസ്കാരങ്ങൾ തകരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയിലെ തകർച്ച, പകർച്ചവ്യാധികൾ. അന്നത്തെ കാലത്തൊക്കെ പ്ലേഗൊക്കെ ഭയങ്കര ഈ പകർച്ചവ്യാധികൾക്കൊന്നും മരുന്നുകളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ബാധിച്ചാൽ അവിടുത്തെ ജനങ്ങൾ മൊത്തത്തിൽ അപ്പാടെ മരിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പകർച്ചവ്യാധികളും വെള്ളപ്പൊക്കവും പുറമേ നിന്നുള്ള ആക്രമണങ്ങളും വനനശീകരണവും കാർഷിക മേഖലയിലെ തകർച്ചയും ഒക്കെ നമ്മുടെ ഹാരപ്പൻ സംസ്കാരങ്ങൾ തകരാനായിട്ടുള്ള കാരണമായി മാറി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സിന്ധു നദീ സംസ്കാരത്തെ പറ്റിയും അതേപോലെ തന്നെ നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തെ പറ്റിയും ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, മറന്നുപോലെ. അപ്പം ഇതുപോലെ തന്നെ അലക്സാണ്ടർ കണ്ണിങ്ഹാം എന്താണ് ആദ്യമായി ഹാരപ്പൻ മുദ്ര കണ്ടെത്തിയ വ്യക്തിയാണ്. അതേപോലെ തന്നെ ഓർത്തിരിക്കുന്നതാണ് ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് കൂടിയാണ് അലക്സാണ്ടർ കണ്ണിങ്ഹാം കേട്ടോ. ഇതിലില്ലാത്തൊരു പോയിൻ്റാണ്, അതുകൂടി ഓർത്തിരിക്കണം. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടും അറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ അലക്സാണ്ടർ കണ്ണിങ്ഹാം തന്നെ കേട്ടോ. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കുന്നതും നമ്മുടെ അലക്സാണ്ടർ കണ്ണിങ്ഹാമിനെ തന്നെയാണെന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലോത്തറിൻ്റെ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയത് SR റാവു, രൂപാറിൽ ഉത്ഖനനം നടത്തിയത് YD ശർമ്മ, മോഹൻജദാരിൻ്റെ ഉത്ഖനന പ്രവർത്തനം നേതൃത്വം കൊടുത്തത് RD ബാനർജി കേട്ടോ. ഏതൊക്കെ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകിയ വ്യക്തിയുടെയാണ്? ലോത്തറിലെ ആണെങ്കിൽ SR റാവു, രൂപാറിലാണെങ്കിൽ YD ശർമ്മ, മോഹൻജദാരിലാണെങ്കിൽ RD ബാനർജി കേട്ടോ. അടുത്ത ഒരു കാര്യം കൂടിയുള്ളൂ. ഹാരപ്പൻ മുദ്രകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൃഗം യൂണിക്കോൺ കേട്ടോ. യൂണിക്കോൺ മൃഗമാണ് ഏറ്റവും കൂടുതൽ ഹാരപ്പൻ മുദ്രകളിൽ അവിടുത്തെ സീലുകളിലൊക്കെ കണ്ടപ്പെട്ട് വരുന്നത്. സോ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തെ പറ്റി അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. 2021 വർഷത്തെ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തികളിൽ പെടാത്തതാര്? നമ്മൾ പറഞ്ഞു 2021 ഇതിൽ വരാത്തത് മെരിയ റസയാണ്. പക്ഷേ നമുക്ക് ഇപ്രാവശ്യം പഠിക്കേണ്ടത് 2023 കേട്ടോ. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് 2023 അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൾറെഡി അയച്ചു തന്നിരുന്നില്ലേ? 2023 ഏതായിരുന്നു നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തി ആരായിരുന്നു? പഠിച്ചായിരുന്നോ? ഇവിടെ അയച്ചു തന്നില്ലേ? 2023 നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയുടെ പേര് അയച്ചു തന്ന് ഓർക്കുന്നില്ലേ? ആരായിരുന്നു? നൊബേൽ സമ്മാനങ്ങൾ മൊത്തത്തിൽ അയച്ചു തന്നില്ലായിരുന്നോ? അതിനകത്ത് ഓർത്തിരിക്കണം. 2023 ഓരോ ഇതിലും നൊബേൽ സമ്മാനം നമുക്ക് പറഞ്ഞില്ല, ഏത് സബ്ജക്റ്റ് വേണേലും ചോദിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് വേണം പോകാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നൊബേൽ സമ്മാനങ്ങൾ ഈ വർഷം കിട്ടിയത് കേട്ടോ. മറന്നു പോകരുത്, വിട്ട് കളയരുത്. 1 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. എവിടെ നിന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ നൊബേൽ സമ്മാനങ്ങൾ. ഒന്നുകൂടി പറഞ്ഞുതരാം. നോക്കിയേ, സാമ്പത്തിക ശാസ്ത്രത്തിനാണെങ്കിൽ ക്ലോഡിയ ഗോൾഡിനാണ് കേട്ടോ. ഓർത്തിരിക്കണം, സാമ്പത്തിക ശാസ്ത്രത്തിനാണെങ്കിൽ ക്ലോഡിയ ഗോൾഡിനാണ്. സമാധാനത്തിനാണെങ്കിൽ കഴിഞ്ഞ വട്ടം ചോദിച്ച ചോദ്യം ഏതാണോ? സമാധാനത്തിനുള്ള സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനമാണ് കേട്ടോ. സാമ്പത്തിക ശാസ്ത്രത്തിന് കിട്ടിയത് ക്ലോഡിയ ഗോൾഡിൻ കേട്ടോ. ഒരാൾക്കേ കിട്ടിയുള്ളൂ. 2021 3 പേർക്ക് കിട്ടിയിരുന്നു. അപ്പം വേണമെങ്കിൽ ചോദിക്കാം അതിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഓർത്തിരിക്കണം, സാമ്പത്തിക ശാസ്ത്രത്തിനാണെങ്കിൽ ക്ലോഡിയ ഗോൾഡിനാണ്, സമാധാനത്തിനാണെങ്കിൽ നർഗീസ് മൊഹമ്മിയാണ്. ഇനി സൈക്കോളജി ഫോർ മെഡിസിൻ അഥവാ നമ്മുടെ വൈദ്യശാസ്ത്രത്തിനാണെങ്കിൽ കാറ്റലിൻ കാരിക്കോയും അതുപോലെ തന്നെ ഡ്രൂ വെയ്സ്മാനും ഉണ്ട്. 2 പേരുണ്ട് വൈദ്യശാസ്ത്രത്തിന് കിട്ടിയവർ. സാഹിത്യത്തിനാണെങ്കിൽ യോൻ ഫോസെ. ഇനി രസതന്ത്രത്തിനാണെങ്കിൽ മൗഗ്ലി, 3 പേരുണ്ട്. മൗഗ്ലി, ഭാവേണ്ടി, പിന്നെ ലൂയി ബ്രസ്, അലക്സി എക്കിമോസ്. ഈ 3 പേർക്കാണ് രസതന്ത്രത്തിനുള്ള നൊബേൽ കിട്ടിയത്. ഊർജ്ജതന്ത്രത്തിന് 3 പേർക്കുണ്ട്. പിയർ അഗസ്റ്റീനി,
ഫെറൻസ് ക്രോസ് ആൻഡ് ലൂയിർ കേട്ടോ. ഇത്രയും പേരുടെ പേരുകൾ ഓർത്തിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 അല്ലെങ്കിൽ 2 മാർക്കിന് ചോദ്യം ഇവിടുന്ന് ഉറപ്പായിട്ട് ചോദിക്കും. കാരണം എല്ലാ സബ്ജക്റ്റുമായിട്ടും ബന്ധമുണ്ട്. സയൻസായിട്ടും അതുപോലെ തന്നെ സോഷ്യലായിട്ടും അതുപോലെ തന്നെ ലാംഗ്വേജസ് ആയിട്ടും ഒക്കെ ബന്ധമുള്ള ഒരു ടോപ്പിക്ക് കടന്നു വരുന്നതാണ്. നമ്മുടെ GK പാർട്ടിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ നൊബേൽ ജേതാക്കൾ. 2023 നൊബേൽ ജേതാക്കൾ ഉറപ്പായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ. ഇവിടെ 21 ചോദിച്ചത്, ഇപ്രാവശ്യം 23 ചോദിക്കും. സോ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് വേണം പോകാൻ, മാർക്ക് കളയരുത്. ഓക്കെ, നമ്മുടെ ഇതിൻ്റെ തന്നെ സയൻസിൽ നിന്ന് വന്നത് അല്ലേ, നമ്മുടെ രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം വന്നായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്തിട്ട് ഈ ഒരു PDF തന്നെ നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ. ഇവിടെ ഇന്ന് ഈ ഒരു 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നമ്മുടെ നൊബേൽ സമ്മാനം കിട്ടിയത് ക്ലോഡിയ ഗോൾഡിനാണെന്നും ഓർത്തിരിക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നൊബേൽ സമ്മാനങ്ങൾ. എല്ലാ സബ്ജക്റ്റിനും ചോദിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് കൂടിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. 2021 നവംബറിൽ നടന്ന നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേയെക്കുറിച്ച് നൽകിയ പ്രസ്താവനകൾ വിലയിരുത്തുക. 2021 നമ്മുടെ കോവിഡൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം ഒരു നാഷണൽ സർവേ നടക്കുകയുണ്ടായി, ഒരു അച്ചീവ്മെൻറ്റ് സർവേ നടക്കുകയുണ്ടായി. അതിൽ നൽകിയിരുന്ന പ്രസ്താവനകൾ നമുക്ക് തന്നിട്ടുണ്ട്. 3, 5, 8, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് നടത്തിയത്. അവരുടെ പഠന നിലവാരം എത്രത്തോളമുണ്ട്, അവരുടെ വിലയിരുത്തൽ പ്രോസസ്സ് എത്രത്തോളം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാകാനായിട്ട്. അതുപോലെ എല്ലാ സംസ്കാരങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുത്തു. അതുപോലെ സംഘടനാ ചുമതല CBSEക്കായിരുന്നു നൽകിയിരുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിന് വേണ്ടിയായിരുന്നു. സ്കൂളിലെ കുട്ടികളിലെ പഠന മികവ് കണ്ടെത്തുന്നതിന് ഇത് സഹായകരമാകും. ഈ പറഞ്ഞ പോയിൻ്റ് എല്ലാം തന്നെ ശരിയാണ്. കാരണം നമുക്കറിയാം 2021 നവംബർ എന്ന് പറയുമ്പോൾ നമ്മുടെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം വന്ന കാലയളവാണ്. അപ്പോൾ നമുക്കറിയാം 2 കൊല്ലം കുട്ടികൾ വീട്ടിൽ ഇരുന്നതിന് ശേഷം കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് മാനസികമായിട്ട് പഠനത്തോടുള്ള ഒരു വിമുഖതയൊക്കെ ഒരു കാണിക്കും. കാരണം വീട്ടിലിരുന്ന് ഫോണിനും അതുപോലെ തന്നെ TVക്കും അതുപോലെ തന്നെയുള്ള സോഷ്യൽ മീഡിയസിനൊക്കെ അഡിക്റ്റായി നമ്മുടെ കുട്ടികൾ മാറിക്കഴിഞ്ഞു. ഇന്നും അതിൻ്റെ ദൂഷണങ്ങൾ ദൂഷണഫലങ്ങൾ നമ്മൾ ഇന്നും ക്ലാസ് മുറിയിലും അതുപോലെ തന്നെ വീടുകളിൽ നമ്മൾ അനുഭവിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും രക്ഷ നേടുന്നതിനായിട്ട് 2021 നവംബറിൽ നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേയെക്കുറിച്ച് ഒരു സർവേ നടത്തുകയുണ്ടായി. CBSE ആണ് അത് നടത്തിയത്. എല്ലാ സ്കൂളുകളിലും 3, 5, 8, 10 ക്ലാസ്സിലെ കുട്ടികൾ, കാരണം ബേസ് വരുന്ന ക്ലാസ്സുകളാണ് ഈ 3, 5, 8, 10 ക്ലാസ്സിൽ. അപ്പോൾ അവിടെ സ്റ്റഡീസ് നടത്തി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കണം. അവർക്കൊരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തി അവർ ഈ ഒരു ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ വരുന്ന ക്ലാസ്സിലേക്കുള്ള പ്രമോഷൻ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം നൽകണോ വേണ്ടയോ എന്നൊരു തീരുമാനത്തിലെത്തുന്നതിന് വേണ്ടിയായിരുന്നു നടത്തിയത്. അപ്പോൾ അത് 3, 5, 8, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു നടത്തിയത്. അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെയും, ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതായത് എല്ലാ സംസ്ഥാനവും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ള കുട്ടികളെല്ലാം തന്നെ അതിൽ പങ്കെടുക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. ഇനി സംഘാടനാ ചുമതല നമ്മുടെ CBSEക്കായിരുന്നു, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഡൽഹിയിലുള്ള CBSEക്കായിരുന്നു. അത് എന്തിനു വേണ്ടിയായിരുന്നു? കുട്ടികളിലെ പഠന മികവ് കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഒരു നടത്തിയത്, സർവേ നമ്മൾ നടത്തുകയുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ എല്ലാ പോയിൻറ്റും ശരിയാണ്. അപ്പം ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നാണ് വരേണ്ടത് കേട്ടോ. ഓർത്തിരിക്കണം, ഇവിടെ വരുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1, 3 പ്രസ്താവനകൾ തെറ്റാണ്, 4, 5 പ്രസ്താവനകൾ തെറ്റാണ്, രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അല്ല, എല്ലാ പ്രസ്താവനകളും ഇവിടെ ശരിയാണ് കേട്ടോ, ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക ഭൂപടത്തിൻ്റെ നിർമ്മാതാവ് അല്ലെങ്കിൽ നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എബ്രഹാം ഓർട്ടേലിയസ് ആണോ, മെർക്കാറ്റർ ആണോ, അനക്സിമാൻഡർ ആണോ, അതോ ഹിപ്പാർക്കസ് ആണോ? ആരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ്? അറിയാവോ? നമ്മുടെ ഓപ്ഷൻ ബിയിലുള്ള മെർക്കാറ്റർ ആണ്. അല്ല കേട്ടോ, മെർക്കാറ്റർ കേട്ടോ, ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. മെർക്കാറ്റർ ആണ് ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അലക്സിമാൻഡർ ആരാന്നറിയോ? ലോകത്താദ്യമായി ഭൂപടം വരച്ച വ്യക്തി കേട്ടോ. ലോകത്തിൽ ആദ്യമായി ഭൂപടം വരച്ച വ്യക്തി അലക്സിമാൻഡർ ആണ്. ഓപ്ഷൻ സിയിലുള്ള സി അല്ല. ഇവിടെ ചോദിച്ചത് എന്താണ്? ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ് കേട്ടോ. അലക്സിമാൻഡർ ആരാണ്? നമ്മുടെ നമ്മുടെ ലോകത്ത് ആദ്യമായിട്ട് ഭൂപടം വരച്ചതാണ് കേട്ടോ, ഓർത്തിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ടോ? മെർക്കാറ്റർ ആണ് ഉത്തരം വരേണ്ടത്. ലോകത്ത് ആദ്യമായി ഭൂപടം വരച്ചു കേട്ടോ അലക്സിമാൻഡർ ആണ് കേട്ടോ. ലോകത്ത് ആദ്യമായിട്ട് ഭൂപടം വരച്ച അലക്സിമാൻഡർ ആണ്. അതേപോലെ തന്നെ ആധുനിക ഭൂപടത്തിൻ്റെ
നിർമ്മാണത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് നമ്മുടെ മെർക്കാറ്റർ ആണെന്നും ഓർത്തിരിക്കണം. ഇനി BC 610 ഏഷ്യ മൈനറിലെ മിലറ്റിൽ അഥവാ ഗ്രീസിൽ ജനിച്ച തത്വചിന്തകനായിരുന്നു അലക്സിമാൻഡർ. ഇതുവരെ കണ്ടെത്തിയിൽ വെച്ച് ചോദിക്കുന്ന ചോദ്യമാണ്, ഏറ്റവും പഴക്കമുള്ള ഭൂപടം മെസപ്പൊട്ടോമിയൻ ഭൂപടമാണ്. ഇതുവരെ കണ്ടെത്തിയിൽ വെച്ച്, ഇന്നേ വരെ കണ്ടെത്തിയിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയൻ ഭൂപടമാണ്. ഇനി എന്താണ്? ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് മെർക്കാറ്റർ കേട്ടോ. ആധുനിക ഭൂപടത്തിൻ്റെ നിർമ്മാതാവ് മെർക്കാറ്റർ ആണ്. ഓക്കെ. അടുത്തത്, ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലിയസ് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നു എബ്രഹാം ഓർട്ടേലിയസിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, ഓപ്ഷൻ എയിൽ. അപ്പോൾ ഓർത്തിരിക്കണം, ഇവർ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് വെച്ച് അറ്റ്ലസ് അല്ലെങ്കിൽ ഭൂമിയുടെ ഒരു മാതൃക, നമ്മൾ അറ്റ്ലസ് ഒക്കെ നമ്മൾ സ്കൂളിൽ വാങ്ങിക്കത്തില്ലേ, നമ്മൾ പഠിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന TLM കൂടി അല്ലേ, ആ അറ്റ്ലസ് തയ്യാറാക്കിയ വ്യക്തിയാണ് എബ്രഹാം ഓർട്ടേലിയസ് കേട്ടോ. ഓർത്തിരിക്കണം, നമ്മുടെ ആദ്യമായിട്ട് വിവിധ ഭൂപടങ്ങൾ ഒരുമിച്ച് ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയ വ്യക്തിയാണ് എബ്രഹാം ഓർട്ടേലിയസ്. ഇനി ഭൂപടത്തിൻ്റെ തോതുകൾ രേഖപ്പെടുത്തുന്ന രീതിയാണ് പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി കേട്ടോ. അപ്പോൾ ഈ ഭൂപടത്തിൻ്റെ തോതുകൾ എത്രമാത്രം ഇതിലുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ടെന്നൊക്കെ പറയുന്ന തോതുകൾ പറയുന്നതാണ് നമ്മുടെ പ്രസ്താവന രീതിയിൽ പറയാം, അല്ലെങ്കിൽ ഭിന്നക രീതി പറയാം, അല്ലെങ്കിൽ രേഖാരീതി പറയാം. ഇനി വാന നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഭൂപടം ജ്യോതിശാസ്ത്ര ഭൂപടം കേട്ടോ. വാന നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഭൂപടം ജ്യോതിശാസ്ത്ര ഭൂപടമാണ്. കാലാവസ്ഥാ പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂപടം ദിനാവസ്ഥാ ഭൂപടമാണ്. ദിനാവസ്ഥാ ഭൂപടമാണ് കാലാവസ്ഥാ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി രാജ്യാതിർത്തികൾ മനസ്സിലാക്കുന്നതിന്, രാജ്യത്തിൻ്റെ അതിർത്തികളൊക്കെ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടം രാഷ്ട്രീയ ഭൂപടമാണ്. പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറയും കേട്ടോ. ഓർത്തിരിക്കണം, രാജ്യത്തിൻ്റെ അതിർത്തികൾ അല്ലെങ്കിൽ രാജ്യാതിർത്തികളൊക്കെ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടം നമ്മുടെ എന്താണ്? രാഷ്ട്രീയ ഭൂപടമാണ്. ഇനി പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടം തീമാറ്റിക് ഭൂപടം കേട്ടോ. പ്രത്യേക വിഷയങ്ങൾ എന്താണ് നമ്മുടെ പ്രതിപാദിക്കുന്ന ഭൂപടം തീമാറ്റിക് ഭൂപടമാണ്. അതുപോലെ തന്നെ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത് കാർട്ടോഗ്രഫി കേട്ടോ. കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞ പേരിലാണ് നമ്മുടെ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത്. അതായത് ഭൂപട ശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രഫി. ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് ഈ കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞ വാക്കാണ്, നോക്കിയിട്ട് വേണം പോകാൻ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരാണ് കാർട്ടോഗ്രഫി എന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇനിയും എന്താണ് നമ്മുടെ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തി അറിയപ്പെടുന്നത്? കാർട്ടോഗ്രാഫർ കേട്ടോ. കാർട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരാണ്. അതേപോലെ തന്നെ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തി അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ പേരിലാണ്. ഇനി ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ. നമ്മുടെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭൂപടങ്ങളെ പൊതുവായിട്ട് എത്രയായിട്ട് തിരിക്കാം? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നത്, അതായത് ഇൻ്റലിജൻസ് ഓഫ് കാർട്ടോഗ്രാഫർ, അതായത് നമ്മുടെ MI ഇല്ലേ നമ്മൾ പഠിച്ച നമ്മുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, അതിനകത്ത് വേണമെങ്കിൽ ചോദിക്കാം. ചോദിക്കാമെന്നല്ല ചോദിച്ചിട്ടുണ്ട് കാറ്റ് പരീക്ഷയ്ക്ക്. നമ്മുടെ കാർട്ടോഗ്രാഫർ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അപ്പോൾ കാർട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭൂപടം നിർമ്മിക്കുന്ന ആൾ അല്ലെങ്കിൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തിക്ക് നമ്മൾ പറയുന്ന പേരാണ് കാർട്ടോഗ്രാഫർ. അങ്ങനെയാണെങ്കിൽ കാർട്ടോഗ്രാഫർ ഹോവാർഡ് ഗാർഡനറുടെ ഏത് ബുദ്ധിവിശേഷണത്തിന് വരുന്ന വ്യക്തിയാണ്? ഓർത്തു നോക്കി, 9 എണ്ണത്തിനകത്ത് ഏതിനകത്ത് വരുന്നതാണ്? ഇതിനകത്ത് വരുന്ന കാർട്ടോഗ്രാഫർ 2023 തന്നെ ചോദ്യമായിരുന്നു അല്ലേ? അതെ. അപ്പോൾ കാർട്ടോഗ്രാഫർ ഏത് എന്താണ് ഇതിനകത്ത് വരുന്നതാണ്? MI വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കാർട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ഗണത്തിൽപ്പെടുന്നവർ നമ്മുടെ ഏത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഏത് ബഹുബുദ്ധിക്കകത്ത് വരുന്നതാണ്? നമ്മുടെ ദൃശ്യ സ്ഥലപര ബുദ്ധി അല്ലേ? കാരണം ദൃശ്യപരമായിട്ടും സ്ഥലപരമായിട്ടും ഉള്ള നോളേജ് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിയുള്ളവർക്കാണ് എന്തുള്ളത്? കാർട്ടോഗ്രാഫറായിട്ട് ഇരിക്കാനായിട്ടുള്ള ബുദ്ധി കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫി, അത് തയ്യാറാക്കുന്ന വ്യക്തി അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫർ കേട്ടോ. പക്ഷെ നമ്മൾ കേട്ടിട്ടില്ലാത്ത വാക്കുകളൊക്കെ എടുത്ത് നമ്മുടെ MI 9 മേഖലയുണ്ടല്ലോ, 9 മേഖലയ്ക്കകത്ത് ഒരു മേഖലയാണ് നമ്മുടെ ദൃശ്യസ്ഥലപര ബുദ്ധി എന്ന് പറയുന്നത്. അതിലുള്ള കാർട്ടോഗ്രാഫർക്കുള്ളത് ഈ പറഞ്ഞ ദൃശ്യസ്ഥലപര ബുദ്ധിയാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയും ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭൂപടങ്ങളെ പൊതുവായി എത്രയായി തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഭൗതിക ഭൂപടം, രണ്ട് സാംസ്കാരിക ഭൂപടം അല്ലേ? നമുക്കറിയാം ഭൗതിക ഭൂപടം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കാലാവസ്ഥ, പ്രകൃതി, അതുപോലെ തന്നെ ഭൂപ്രകൃതി എന്നിവയൊക്കെ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ചിത്രീകരിക്കുന്ന ഭൂപടമാണ് ഭൗതിക ഭൂപടം എന്ന് പറഞ്ഞാൽ വിലപ്പെടുന്നത്. രണ്ടാമത്തേത് സാംസ്കാരികം, അതായത് നമ്മുടെ കൃഷി, വ്യവസായം, രാഷ്ട്രീയം, അതുപോലെ തന്നെയുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള സവിശേഷതകൾ, ഇതൊക്കെ അതിർത്തികൾ, ഇതൊക്കെ നമ്മൾ വരുവാണെങ്കിൽ എന്താണ്? അതെല്ലാം സാംസ്കാരിക ഭൂപടമാണ്. ഭൗതികം എന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളത്,
സാംസ്കാരികം എന്ന് വെച്ചാൽ മാൻമെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യൻ നിർമ്മിച്ചുള്ള ഭൂപടങ്ങളിൽ കാണപ്പെടുന്നതാണ് സാംസ്കാരിക ഭൂപടം ഉദ്ദേശിക്കുന്നത്. ഇനി ഭൂപടങ്ങളെ അവയെ തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന തോതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ചെറിയ തോത് ഭൂപടങ്ങൾ, രണ്ട് വലിയ തോത് ഭൂപടങ്ങൾ. ചെറിയ തോത് ആണെങ്കിൽ നമ്മുടെ അറ്റ്ലസ് ഭൂപടം, അതുപോലെ തന്നെ ചുമർ ഭൂപടം. നമ്മൾ എന്താ പറയുക, ഒരു വീടിൻ്റെയൊക്കെ പ്ലാൻ വരയ്ക്കണം നമുക്ക് പറയാൻ പറ്റില്ലേ, ചെറിയൊരു പ്ലാൻ നമ്മൾ വരയ്ക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മുടെ ചുമർ ഭൂപടം, അതുപോലെ തന്നെ അറ്റ്ലസ് ഭൂപടം. വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ധാരാതലീയ ഭൂപടം, അതുപോലെ തന്നെ കഡസ്ട്രൽ ഭൂപടം. ഓർത്തിരിക്കണം, വലിയ തോതിലുള്ള ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ധാരാതലീയ ഭൂപടം, അതുപോലെ തന്നെ കഡസ്ട്രൽ ഭൂപടം. ഇനി പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ഭൂപടങ്ങളാണ് കഡസ്ട്രൽ ഭൂപടങ്ങളായിട്ട് അറിയപ്പെടുന്നത്. ഓർത്തിരിക്കണം, നമ്മുടെ പാടങ്ങൾ, കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം ഇവയൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന ഭൂപടത്തിന് പറയുന്ന പേരാണ് കഡസ്ട്രൽ ഭൂപടമായിട്ട് അറിയപ്പെടുന്നത്. ഇനി കഡസ്ട്രൽ ഭൂപടങ്ങളുടെ പേരിന് നിദാനമായ കഡസ്ട്രൽ എന്ന ഫ്രഞ്ച് വാക്കിൻ്റെ അർത്ഥം പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം എന്നാണ് കേട്ടോ. കഡസ്ട്രൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം എന്നാണ് അറിയപ്പെടുന്നത്. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടം കഡസ്ട്രൽ ഭൂപടമാണ്. അതായത് നമ്മുടെ ടാക്സ് കേട്ടോ, ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം, ആരുടെ ഉടമസ്ഥയിലാണ് ഈ വസ്തു ഉള്ളതെന്നും നമ്മൾ കണക്കാക്കുന്നതിനും ഉപയോഗിക്കുന്ന ഭൂപടം കഡസ്ട്രൽ ഭൂപടം തന്നെയാണ്. കഡസ്ട്രൽ ഭൂപടത്തിന് ഉദാഹരണമാണ് നമ്മുടെ ഗ്രാമഭൂപടം. നമ്മുടെ പഞ്ചായത്തിലൊക്കെ ചെന്നാൽ കാണാൻ സാധിക്കും ഗ്രാമഭൂപടം. അതാണ് നമ്മുടെ കഡസ്ട്രൽ ഭൂപടത്തിന് ഉദാഹരണം. ഇനി സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതും പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിത എല്ലാ സവിശേഷതകളും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടമാണ് ധാരാതലീയ ഭൂപടങ്ങൾ. അതായത് നമ്മുടെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങൾ കാണും, അതുപോലെ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ അകത്ത് കാണും. ഈ രണ്ട് കാര്യങ്ങളുടെ ഉൾച്ചേർത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും സമഗ്രമായിട്ട് വിശദമായിട്ട് ചിത്രീകരിക്കുന്ന ഭൂപടമാണ് ധാരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഇനി ധാരാതലീയ ഭൂപടങ്ങൾ ഉയരം ചിത്രീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ കോണ്ടൂർ രേഖകൾ, ഫോം ലൈനുകൾ, സ്പോട്ട് ഹൈറ്റുകൾ, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റുകൾ, പിന്നെ ബെഞ്ച് മാർക്ക്. ഇതൊക്കെയാണ് നമ്മുടെ ധാരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ക്രമീകരിക്കുന്നതിന്, ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കൂടിയ പ്രദേശങ്ങൾക്കുള്ള ഉയരം ക്രമീകരിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളാണ് ഈ പറഞ്ഞവ. എന്താണ് ഹോം ലൈനുകൾ? ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടത്തിൽ തുടർച്ചയില്ലാതെ രേഖകൾ ചിത്രീകരിക്കുന്ന മാർഗ്ഗമാണ് ഫോം ലൈറ്റുകൾ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. ഫോം ലൈനുകൾ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ദുർഘടമായിട്ടുള്ള പ്രദേശങ്ങൾ, നമ്മുടെ ഒരുപാട് താഴ്ചയും ഒരുപാട് പൊക്കമുള്ള പ്രദേശങ്ങളൊക്കെ നമുക്ക് ഭൂസർവേയിലൂടെ കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയത്തില്ല, പോയി അളന്ന് കണ്ടെത്താൻ സാധിക്കത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളായി ചിത്രീകരിക്കുന്ന മാർഗ്ഗമാണ് എന്ത് പറയുന്നത് ഫോം ലൈനുകൾ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. ഇനി സ്പോട്ട് ഹൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടത്തിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കാൻ സംഖ്യ രേഖപ്പെടുത്തുന്ന മാർഗ്ഗമാണ് സ്പോട്ട് ഹൈറ്റുകൾ എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം, സ്പോട്ട് ഹൈറ്റ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥാനം, ഒരു കുന്നാകാം, ഒരു മലയാകാം, ഒരു കെട്ടിടമാകാം, ഇതിൻ്റെയൊക്കെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടത്തിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്ന മാർഗ്ഗത്തിൻ്റെ പേരാണ് സ്പോട്ട് ഹൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്താണ്? നമ്മുടെ സിഗ്നോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഉയരം ട്രയാങ്കുലർ ചിഹ്നത്തോടെ ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്ന മാർഗ്ഗമാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. നമ്മുടെ സൈന്, കോസ്, ടാന്, കൊസിക്ക്, സീക്ക് കോട്ടിട്ട് നമ്മൾ കണ്ടുപിടിക്കത്തില്ല, ഉയരവും അതുപോലെ തന്നെ താഴ്ചയും ഒക്കെ. ആ രീതിയിലൂടെ കണ്ടെത്തിയതാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ത്രികോണത്തിൻ്റെ ടിഗ്നോമെട്രിക് റേഷ്യോസ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അടുത്തത് ബെഞ്ച് മാർക്ക്. ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായ സ്ഥലങ്ങൾ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്ന മാർഗ്ഗമാണ് ബെഞ്ച് മാർക്ക്. BM എന്ന് കണ്ടാൽ ബെഞ്ച് മാർക്ക് കേട്ടോ. അതായത് നമ്മുടെ ജലസംഭരണികളുടെ ഉയരം, പ്രധാനമായിട്ടുള്ള കെട്ടിടങ്ങളുടെ ഉയരം മുതലായ സ്ഥലങ്ങളുടെ ഉയരം ബെഞ്ച് മാർക്കിൽ BM എന്ന അക്ഷരത്തോടു കൂടി രേഖപ്പെടുത്തിയ മാർഗ്ഗമാണ് എന്ന് പറയുന്നത് ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ വിലയിരുത്തപ്പെടുന്നത്. ഇനി കോണ്ടൂർ രേഖകൾ എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കാൻ സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖകൾ. നമ്മുടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പം ഈ കോണ്ടൂർ രേഖകളെ പറ്റി നമ്മുടെ പത്രത്തിലൊക്കെ വരുന്നത് അല്ലേ, ഓർത്തിരിക്കണം. സമുദ്ര നിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയ്ക്ക് പറയുന്ന പേരാണ് നമ്മുടെ കോണ്ടൂർ രേഖകളായിട്ട് അറിയപ്പെടുന്നത്. ഇനിയും എന്താണ്? ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്ന തോതുകളിൽ ഏറ്റവും അനായാസമായി മനസ്സിലാക്കാൻ കഴിയുന്ന തോതാണ് പ്രസ്താവന തോത്. നമ്മൾ കണ്ടതല്ലേ, ഭൂപടം അതിൻ്റെ വിവിധ തോതുകളിൽ രേഖപ്പെടുത്തുന്നത്. അതിലാണ് പ്രസ്താവന രീതി, ഭിന്നക രീതി, അതുപോലെ തന്നെ രേഖാരീതി. അതിലെ പ്രസ്താവന രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂപടങ്ങളിൽ
രേഖപ്പെടുത്തുന്ന തോതുകളിൽ ഏറ്റവും അനായാസമായി മനസ്സിലാക്കാൻ കഴിയുന്ന തോതാണ് പ്രസ്താവന. അത് എല്ലാവർക്കും തന്നെ അത് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. അടുത്തത് ഭൂപടത്തിൻ്റെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രീതി. അതായത് സൈഡിൽ ഒരു റേഷ്യോ രീതി കാണാം. നിങ്ങളൊക്കെ ഒരു മാപ്പ് എടുത്താൽ എന്താണ് 1:2000 അല്ലെങ്കിൽ 1:200 എന്നും 1:101 എന്നൊക്കെ നിങ്ങൾ റേഷ്യോ സൈഡിൽ കാണും. നിങ്ങളൊക്കെ മാപ്പ് എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ ഗ്ലോബ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ സൈഡിൽ ഒരു ഭിന്നക രീതിയിൽ അല്ലെങ്കിൽ ഒരു റേഷ്യോയിൽ സൂചിപ്പിക്കും. അതായത് ഭൂപടത്തിൻ്റെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി ഓരോ രാജ്യത്തിലെയും യൂണിറ്റുകൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ തോത് മറ്റ് രാജ്യക്കാർക്ക് വിശകലനം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഭൂപടത്തിൽ ഉപയോഗിക്കുന്ന തോതാണ് ഭിന്നക രീതി. അതായത് എത്രമാത്രം ദൂരമുണ്ട്, എത്രമാത്രം വീതിയുണ്ട് എന്നൊക്കെ, അല്ലെങ്കിൽ എത്രമാത്രം ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് നമുക്ക് ലെന്ത് കണ്ടെടുത്താൻ സാധിക്കും എന്നൊക്കെ എവിടെ ഇരുന്നാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് എന്താണ് വിശകലനം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്ത രീതിയാണ് ഭിന്നക രീതി. ഇനി ഭൂപടങ്ങൾ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുമ്പോൾ ഏത് രീതിയുടെ തോതാണ് ആനുപാതികമായി മാറുന്നത്? രേഖാരീതിയുടെ അല്ലെങ്കിൽ നേർരേഖ എന്ന് പറയില്ലേ, ഇപ്പോൾ രേഖാരീതിയുടെ തോതാണ് ആനുപാതികമായിട്ട് മാറുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കിയാൽ നമുക്ക് താഴെ വരും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാം. നമ്മുടെ ഗൂഗിൾ മാപ്പിലൊക്കെ നമ്മുടെ ഇതിലാണെങ്കിൽ നമ്മുടെ മാർബിളില്ലേ, നമ്മൾ മാർബിൾ സോഫ്റ്റ്വെയറിൽ അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഗൂഗിൾ മാപ്പിൽ കിട്ടുമോ ഇല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ചിലപ്പോൾ കണ്ടേക്കും. ഇവിടെ സൈഡിലെങ്ങാനും കാണേണ്ടതാണ്. നമ്മുടെ ഈ പറയുന്ന ഇവിടെ കണ്ടോ 500 മീറ്റർ കണ്ടോ, ഇവിടെ കണ്ടോ ഈ താഴെ ലൈൻ കണ്ടോ 500 മീറ്റർ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ? ഈ ഒരു ബ്ലാക്ക് ലൈൻ കണ്ടോ, ഈ ഒരു കൈ ഇരിക്കുന്നിടത്ത് ഇത് കണ്ടോ, സൂം ഔട്ട് ചെയ്യുമ്പം അതിൻ്റെ നീളം കണ്ടോ, ഇപ്പോൾ 1 കിലോമീറ്റർ കണ്ടോ. നമ്മൾ പുറകോട്ട് പോകും ദൂരം, ഇപ്പോൾ ഈ ഒരു ദൂരം നമ്മൾ പറഞ്ഞിരിക്കുന്നത് 1 കിലോമീറ്ററാണ്. അടുത്ത് നോക്കി താഴോട്ട് വരുന്നതോ, അത് ചെറുതായി 2 കിലോമീറ്ററായി കണ്ടോ. ഇവിടെ മാറുന്നുണ്ടോ, ഇത് താഴെ കാണാവോ ഉണ്ടോ, അത് 2ആയി. ഇനി നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ കണ്ടോ അത് 5 ആകും. അടുത്തത് 10 ആകും. അതായത് ഇത്രയും ദൂരം, ഇതിവിടുന്ന് ഇത്രയും ദൂരം പറയുന്നത് 10, 20, 30, 40, 50, 60, 70, 80, 90, 100 എന്നിങ്ങനെയുള്ള ദൂരമാണ് ഇവിടുന്ന് ഇവിടെ വരെ പറയുന്നത്. അതായത് രേഖാരീതിയിലുള്ള അല്ലെങ്കിൽ നേർരേഖയിലാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ വഴിയിലൂടെ വളഞ്ഞു പോകുന്ന രീതിയല്ല, എപ്പോഴും ഒരു ആകാശ ദൂരം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എയർ, 2 സ്ഥലങ്ങൾ തമ്മിലുള്ള എയർ ഡിസ്റ്റൻസ് ആണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ സൂം ഇൻ ചെയ്യുവാണെങ്കിൽ നോക്കണം, ഇപ്പോൾ ഇവിടെ 10 നടക്കുന്നത്, വേണമെങ്കിൽ കുറച്ചുകൂടി സൂം ഔട്ട് ചെയ്യാൻ 20ആയി, അത് 50ആയി, അത് 100ആയി, അത് 200ആയി കണ്ടോ. അതായത് ഇത്രയും സ്ഥലം നമ്മൾ എടുക്കുവാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ 200, അടുത്ത 200, അടുത്ത 200, അടുത്ത 200, അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് സൂം ഇൻ ചെയ്യുവാണെങ്കിലോ എന്നാ സംഭവിക്കുന്നത് നോക്കി. നമ്മളിപ്പോൾ നമ്മുടെ കേരളം എടുത്ത് നമുക്ക് സൂം ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ സൂം ചെയ്യുവാണെങ്കിൽ ഉണ്ടോ അത് 20ആയി. ഇപ്പോൾ നമ്മളിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഞാൻ ചാനൽ സ്റ്റൈലാണ്. അപ്പോൾ നമ്മൾ കണ്ടോ 5ആയി, അടുത്തുണ്ട് 2ആയി, 1ആയി, അടുത്തുണ്ട് 500 മീറ്ററായി, വെറും 500 മീറ്റർ ആയവർ തമ്മിൽ. അടുത്തുണ്ട് വെറും 200 മീറ്ററായി, ഈ സ്ഥലം തൊട്ട് ഈ സ്ഥലം വരെ വെറും 200 മീറ്റർ ഉണ്ടോ. സൂമിൻ ചെയ്യുന്നതോറും ദൂരങ്ങൾ കുറയും, 50 മീറ്ററായി, വളരെയേറെ കുറഞ്ഞുണ്ടോ. ഇത്ര ഈ ഒരു സ്ഥലം തമ്മിൽ ഇപ്പം 20 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ നമുക്കൊരു ആകാശത്തിലുള്ള ആകാശ ദൂരം അല്ലെങ്കിൽ നമ്മുടെ എയർ ഡിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ എയർ ഡിസ്റ്റൻസ് നമുക്ക് ഭൂപടങ്ങൾ വലുതാക്കുകയും, അതാണ് ഇവിടെ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കണ്ടോ, ഭൂപടങ്ങൾ എന്ത് ചെയ്താണ് കണ്ടോ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുമ്പോൾ ഏത് രീതിയിലെ തോതാണ് ആനുപാതികമായി മാറുന്നത്? രേഖാരീതി. ഓർത്തിക്കണം, രേഖാരീതി എടുക്കുമ്പോൾ നേർരേഖ മാത്രമേ എടുക്കത്തുള്ളൂ, അല്ലാതെ വളഞ്ഞ പോടിഞ്ഞ് നമ്മുടെ വഴി പോകുന്ന പോലെ എടുക്കത്തില്ല കേട്ടോ. ഇനിയും നമ്മുടെ രാജ്യത്ത് പഠിക്കേണ്ട ഒരു സോഴ്സാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുകയും അവ പരിശോധിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നതിന് ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ കേട്ടോ. ഓർത്തിരിക്കണം, നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും എന്താണ് ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ ആയിട്ട് അറിയപ്പെടുന്നത്. മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഭൂപടങ്ങളിൽ മഞ്ഞ നിറത്തിൽ രേഖപ്പെടുന്നത് കൃഷിയിടങ്ങളാണ്. ചോദിക്കുന്ന ചോദ്യം എപ്പോഴും ചോദിക്കും കേട്ടോ, ഏതെങ്കിലും ഒരു നിറം മിക്ക പരീക്ഷാപരമുള്ളതാണ്. മഞ്ഞ നിറമാണെങ്കിൽ അത് കൃഷിയിടങ്ങളാണ്. നൈസർഗിക സസ്യജാലങ്ങൾ രേഖപ്പെടുത്താനായിട്ട് പച്ച നിറങ്ങൾ ഉപയോഗിക്കും. സസ്യജാലങ്ങൾ നമുക്കറിയാലോ പച്ചയാണ്. അടുത്തത് റോഡുകൾ, പാർപ്പിടങ്ങൾ എന്നിവ ചുവപ്പ് നിറത്തിൽ, ജലാംശയങ്ങൾ നീല നിറത്തിൽ, നീല നിറത്തിലുള്ള വൃത്തം കിണറിനെ സൂചിപ്പിക്കുന്നു, നീല ത്രികോണത്തിലുള്ള ചിഹ്നം കുഴൽക്കിണറിനെ സൂചിപ്പിക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഓർത്തിരിക്കണം. എന്താണ്? മഞ്ഞ നിറമാണെങ്കിൽ കൃഷിയിടങ്ങൾ, നൈസർഗിക സസ്യജാലങ്ങളാണെങ്കിൽ പച്ച നിറം, റോഡുകൾ പാർപ്പിടങ്ങളൊക്കെ ആണെങ്കിൽ ചുവപ്പ് നിറം, ജലാശയങ്ങളാണെങ്കിൽ നീല നിറം, അതുപോലെ തന്നെ നീല നിറത്തിലുള്ള വൃത്തമാണെങ്കിൽ കിണറാണ്, നീല ത്രികോണത്തിലുള്ള ചിഹ്നം, അതായത് ഇങ്ങനെ ഒരു ത്രികോണം നീല നിറത്തിലാണെങ്കിൽ അത് കുഴൽക്കിണറുണ്ടെന്നാണ് കാണിക്കുന്നത്.
ഇനി ഭൂപടത്തിൽ തീവണ്ടിപ്പാത, ടെലിഫോൺ ലൈൻ, രേഖകൾ, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ എന്നിവയെല്ലാം രേഖപ്പെടുന്നത് കറുപ്പ് നിറത്തിലാണ്. നമുക്കറിയാലോ നമ്മുടെ രേഖകളെല്ലാം കാണപ്പെടുന്നത് മിക്കപ്പോഴും കറുപ്പ് നിറത്തിലാണ്. നിങ്ങൾ ഏത് ഭൂപടം എടുത്ത് നോക്കിയാലും അതിനകത്ത് കറുപ്പ് നിറത്തിൽ കാണുന്നതല്ല. നമ്മുടെ തീവണ്ടിപ്പാത കാണും, ടെലിഫോൺ ലൈൻ കാണും, അക്ഷാംശ രേഖ കാണും, രേഖാംശ രേഖ കാണും. ഇതെല്ലാം കറുപ്പ് നിറത്തിലായിരിക്കും. ഇനി ഭൂപടത്തിലുള്ള പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം തവിട്ട് നിറമാണ് കേട്ടോ. ഇനി ഭൂപടത്തിൽ PS എന്ന് ഉപയോഗിച്ച് ചിഹ്നം ഉപയോഗിക്കുന്നത് പോലീസ് സ്റ്റേഷൻ കേട്ടോ. PS എന്ന ചിഹ്നം ഉപയോഗിക്കുന്നത്, PS എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷൻ എന്ന് ഓർത്തിരിക്കുക. പോലീസ് സ്റ്റേഷനാണ് PS എന്ന് പറഞ്ഞ ചിഹ്നത്തിലൂടെ കാണിക്കുന്നത്. PO എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. ഭൂപടത്തിൽ PO എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഭൂപടത്തിലുള്ള നിറങ്ങൾ കേട്ടോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. ഒരുപാട് ആവർത്തി ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്നതാണ്. എന്ത്? നമ്മുടെ ഭൂപടത്തിലുള്ള നിറങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു, അതെന്തിനെ സൂചിപ്പിക്കുന്നു, ഇതെന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നതാണ്. സോ മറന്നുപോലെ വിട്ടുകളയരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? കിട്ടിയോ? മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. നോക്കി, വിവിധ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക, കണ്ടെത്തുക. നോക്കി, മീസോസ്ഫിയർ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയർ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നു. അതേപോലെ തന്നെ റേഡിയോ തരംഗങ്ങളെ മീസോസ്ഫിയർ പ്രതിഫലിപ്പിക്കുന്നു. ഇതിലേതൊക്കെ പോയിൻ്റാണ് ശരി എന്നാണ് ചോദിക്കേണ്ടോ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, ഒന്നാമത്തെ പോയിന്റ് നോക്കി, മീസോസ്ഫിയറിൽ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു. ശരിയാണോ പറഞ്ഞത്? നമ്മൾ ലേയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറോട് പറഞ്ഞല്ലേ, നമ്മുടെ മീസോസ്ഫിയർ ആണ് നമ്മുടെ ഉൽക്കാപതനത്തിൽ നിന്നും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നത്. അപ്പം ആ പോയിന്റ് ശരിയാണ്. ഇനി കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, അതായത് ക്ലൈമറ്റ് ചേഞ്ചുകളെല്ലാം തന്നെ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. പോയിന്റ് ശരിയല്ലേ? പഠിച്ചതല്ലേ? അപ്പം രണ്ടാമത്തെ പോയിന്റും ശരിയാണ്. അടുത്തത് നോക്കി, ട്രോപ്പോസ്ഫിയറിൽ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നു. നമുക്കറിയാം എന്തുണ്ട്, നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ നമ്മുടെ O3 അല്ലെങ്കിൽ ഓസോൺ ഒക്കെ ഉണ്ട് അല്ലേ. ഈ ഓസോൺ എന്താണ്, നമ്മുടെ അൾട്രാവയലറ്റ് കിരണങ്ങൾ അല്ലെങ്കിൽ UV റേസിനെ നമ്മുടെ ഭൂമിയിൽ വന്ന് പതിക്കുന്നതിൽ നിന്നും തടയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അമിതമായിട്ടുള്ള ചൂട് ഏൽക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഭൂമിക്ക് ഒരു കുട എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു കുട പോലെ നമ്മുടെ എന്താണ് ഭൂമിക്ക് മുകളിൽ പിടിച്ചു നിൽപ്പുണ്ട്. സൂര്യനിൽ നിന്നുള്ള ഡയറക്റ്റ് രശ്മികളെ നമ്മുടെ ഭൂമിയിലേക്ക് അടിക്കാതെ അതിനെ തടഞ്ഞു നിർത്തി വേണ്ട തോതിൽ മാത്രം നമുക്ക് ഭൂമിയിലേക്ക് തരുന്നതാണ് ഈ പറഞ്ഞ അൾട്രാവയലറ്റ് കിരണങ്ങളിലുള്ള ഒരു കുട പോലെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഈ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നത്. അടുത്ത നോക്കി, റേഡിയോ തരംഗങ്ങളെ മീസോസ്ഫിയറിൽ പ്രതിഫലിപ്പിക്കുന്നു. ശരിയാണോ പറഞ്ഞത്? റേഡിയോ തരംഗങ്ങളെ മീസോസ്ഫിയറിലാണോ പ്രതിഫലിപ്പിക്കുന്നത്? അല്ല കേട്ടോ, ഓർത്തിരിക്കണം. റേഡിയോ തരംഗങ്ങൾ മീസോസ്ഫിയറിൽ പ്രതിഫലിപ്പിക്കുന്നില്ല എന്ന് ഓർത്തിരിക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലേയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ വളരെ ഒരുപാട് ആവർത്തി പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ തെർമോസ്ഫിയർ, ടാസ്ട്രോസ്ഫിയർ, മീറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ഇവരെല്ലാം ഓർത്തിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ 1, 2, 3 ശരിയാണ്, 4 തെറ്റ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും? 1, 2, 3 ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് ഒട്ടൊന്ന് ഓടിച്ചു പോകാം, അതുകൊണ്ട് നിർത്താം കേട്ടോ. നമുക്ക് എന്താണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ? ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ 8 മുതൽ 18 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മേഘം, മഴ, മഞ്ഞ്, ഇടിമിന്നൽ, കൊടുങ്കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നതെല്ലാം ട്രോപ്പോസ്ഫിയറിലാണ്. അടുത്തത് നമ്മുടെ ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ തന്നെയാണ്. നമ്മുടെ ദൈനംദിനം നമ്മൾ കാണുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിനെല്ലാം തന്നെ മാറ്റമായി മാറുന്നത് ട്രോപ്പോസ്ഫിയറാണ്. നമ്മൾ സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം, കാലാവസ്ഥാ പ്രതിഭാസങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുന്നു. ഓർത്തിരിക്കണം, ട്രോപ്പോസ്ഫിയർ ഉയരം കൂടിയാൽ അവിടെ ഊഷ്മാവ് കുറയും. ഇനി ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിലുള്ള സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്റ്റ്. നമ്മുടെ ഇതിന് തമ്മിലുള്ള മേഖലയ്ക്ക് ഇടയിൽ പറയുന്നതാണ് ട്രോപ്പോഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരുന്നതനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരുന്ന പ്രക്രിയയാണ് ക്രമമായ താപനഷ്ട നിരക്ക്. ഓർത്തിരിക്കണം, ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ചൂട് കുറഞ്ഞു വരുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക്. എന്താണ്? ഓരോ 125 മീറ്ററിനും 1 ഡിഗ്രി വെച്ച് കുറയുമ്പോൾ ക്രമമായിട്ടാണ് കുറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ക്രമമായ താപനഷ്ട നിരക്കെന്ന് പറയുന്നത്. ഇതെന്താ? സ്ട്രാറ്റോസ്ഫിയർ 20 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഉയരം കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായി കൂടുന്നു. നമ്മൾ ട്രോപ്പോസ്ഫിയറിലാണെങ്കിൽ ക്രമരഹിതമായിട്ട് കുറയും,
സ്ട്രാറ്റോസ്ഫിയറിലാണെങ്കിൽ ക്രമരഹിതമായിട്ട് കൂടും. ധ്രുവീയ ട്രോപ്പോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘപടങ്ങളാണ് നാക്വിയസ് മേഘങ്ങൾ. അതുപോലെ തന്നെ ട്രോപ്പോസ്ഫിയർ മേഖലയാണ് ഓസോൺ പാളി കേട്ടോ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് സ്ട്രാറ്റോസ്ഫിയർ അൾട്രാവയലറ്റ് കിരണങ്ങളിൽ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഓസോൺ പാളിയുണ്ട്, O3 എന്ന് പറയും. ആ O3 ഭൂമിക്ക് ഒരു കുട പോലെ ആക്ട് ചെയ്തുകൊണ്ട് എന്താണ് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള സൂര്യകിരണങ്ങൾ അല്ലെങ്കിൽ അൾട്രാവയലറ്റ് കിരണങ്ങളെ തടഞ്ഞു നിർത്തി നമ്മളെ സംരക്ഷിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ പൊള്ളലൊക്കെ നമുക്ക് ഏൽക്കാം. നമ്മുടെ ഓസോൺ പാളികൾക്ക് വിള്ളൽ വീണാൽ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ വസിക്കുന്ന നമ്മൾ വേണം അതിനൊക്കെ ടേക്ക് കെയർ ചെയ്യാൻ. ഇനി വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളിയും സ്ട്രാറ്റോസ്ഫിയർ തന്നെയാണ്. ഓസോൺ പാളി ഉള്ളതും സ്ട്രാറ്റോസ്ഫിയർ തന്നെയാണ്. ഇനി ഓസോൺ പാളി കാണപ്പെടുന്നത് 20 മുതൽ 35 കിലോമീറ്റർ വരെ ഉയരത്തിലാണ്. ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ് കേട്ടോ. ഡോപ്സൺ യൂണിറ്റാണ് ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നത്. ഓസോൺ പാളികളുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ നാക്രിയസ് മേഘങ്ങൾ കേട്ടോ. നാക്രിയസ് മേഘങ്ങളാണ് ഓസോൺ പാളികളുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ, ഓർത്തിരിക്കണം. അടുത്തത് മീസോസ്ഫിയർ ആണ്. 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്നു. മീസോസ്ഫിയറിന് ഉയരം കൂടുന്തോറും താപം കുറയുന്നു, ഓർത്തിരിക്കണം. നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ താപം കുറയും, മീസോസ്ഫിയറിൽ സ്ട്രാറ്റോസ്ഫിയറിൽ താപം കൂടും. വീണ്ടും തിരിച്ച് മീസോസ്ഫിയറിൽ വരുമ്പോൾ അവിടെ താപം കുറഞ്ഞു വരും. നിശാമേഘങ്ങൾ അഥവാ നോക്സിലൂസൻ മേഘങ്ങൾ കാണപ്പെടുന്നത് മീസോസ്ഫിയറിലാണ്. നിശാദീപങ്ങൾ എന്നറിയപ്പെടുന്നത് നോക്സിലൂസൻ മേഘങ്ങളാണ്. ഉൽക്കാശിലകൾ പതിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. നമ്മൾ മുമ്പേ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതല്ലേ, ഉൽക്കാപതനങ്ങളിലെ മീസോസ്ഫിയർ ഉൽക്കാപതനത്തിനും ഭൂമിയെ സംരക്ഷിക്കുന്ന. അപ്പോൾ ഓർത്തിരിക്കണം, ഉൽക്കാശിലകൾ പതിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. മീസോസ്ഫിയർ പ്രവേശിക്കുന്ന ഉൽക്കകൾ ചാരമാകാൻ കാരണം ഹർഷണം അല്ലെങ്കിൽ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് മൂലമാണ്. അവിടെ മീസോസ്ഫിയർ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിച്ചാരമായി പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ വന്നത് പതിക്കും. അടുത്ത ടെർമോസ്ഫിയർ ആണ്. 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് തെർമോസ്ഫിയർ. ഓർത്തിരിക്കണം, അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖ തെർമോസ്ഫിയറുള്ള കാർബൺ രേഖയാണ്. തെർമോസ്ഫിയറിന് ഉയരം കൂടുന്തോറും താപം കൂടുന്നു. കണ്ടോ, ഒരിടത്ത് താപം കുറയും, പിന്നെ കൂടും, പിന്നെ കുറയും, പിന്നെ കൂടും. അപ്പോൾ അങ്ങനെ കൂടിയും കുറയുമാണ് നിൽക്കുന്നത്. തെർമോസ്ഫിയറിന് താഴെയുള്ള ഭാഗം അറിയപ്പെടുന്നത് അയണോസ്ഫിയർ എന്നാണ്. റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം അയണോസ്ഫിയറിലാണ്. ഇവിടെ കണ്ട ചോദ്യം എന്താണ് കേട്ടോ, റേഡിയോ തരംഗങ്ങൾ മീസോസ്ഫിയറിലാണ് പ്രതിഫലിക്കുന്നത് പറയുന്നത്. പക്ഷേ അല്ല, എവിടെയാണ്? അയണോസ്ഫിയറിലാണ് റേഡിയോ തരംഗങ്ങൾ പ്രതിഫലിക്കുന്നത്, ഓർത്തിരിക്കണം. ഇനി വാർത്താവിനിമയ കൃത്രിമോപകരണങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം അയണോസ്ഫിയർ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ റേഡിയോ തരംഗങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എവിടെ തന്നെയാണ്? അയണോസ്ഫിയർ തന്നെയാണ്. അയണോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. അപ്പോൾ ഓർത്തിരിക്കണം, ഓരോ ലെയറിലും താപനില കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞിരിക്കും. അതിന് കാരണം എന്താണ്? നമ്മുടെ ഭൂമിയുടെ ടെമ്പറേച്ചറിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട്. അല്ലെങ്കിൽ എല്ലായിടത്തും കൂടി നിന്നാൽ ഭൂമി കത്തും. അപ്പോൾ ആ കത്തൽ ഒഴിവാക്കാനായിട്ടാണ് നമ്മുടെ ഓരോ മണ്ഡലത്തിലും എന്താണ് ഓൾറെഡി നമുക്ക് എന്തുള്ളത്, ഒരിടത്ത് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അടുത്തടുത്ത് ടെമ്പറേച്ചർ ബാലൻസ് ആക്കാനായിട്ട് അവിടെ കുറവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ലേയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിനെ പറ്റി ഓർത്തിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദ്യങ്ങൾ ചോദിക്കാം. പ്രത്യേകിച്ച് ഓസോൺ പാളി കാണുന്നവിടെ, ഉൽക്കാപതനത്തിന് സഹായിക്കുന്നവിടെ, നമ്മുടെ പ്ലെയിനുകളൊക്കെ പറക്കുന്നവിടെ, അതേപോലെ തന്നെ നമ്മുടെ ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ്, അതുപോലെ തന്നെ എവിടെയാണ് കൂടുന്നത്, ഓരോ 125 മീറ്ററിനും 1 ഡിഗ്രി വെച്ച് നമ്മുടെ കുറയുന്നതാണ് നമ്മുടെ ട്രോപ്പോസ്ഫിയറിലുള്ളത്. പിന്നെ ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇതൊക്കെ ഓർത്ത് വേണം പോകാൻ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും കേട്ടോ. ഇവിടെ നിന്നാണെങ്കിലും ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മുടെ ലേയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷ പാളികൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം ഉള്ളത് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം പോകാൻ, വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇനി ആപ്പാടെ ഒരു 2-3 ക്വസ്റ്റ്യനുകൾ ബാങ്കുകളെ സംബന്ധിച്ചാണ്. അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്ക് തീരും. അത് നമുക്ക് വൈകിട്ടെടുക്കാം കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് വൈകുന്നേരം കാണാം. പഠിക്കുക കേട്ടോ. ഒരുപാട് കോൺസെപ്റ്റുകൾ പറഞ്ഞു പോകുന്നുണ്ട്. പഠിക്കുക, റിവൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.